അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ പെൺമക്കൾ ഒരു ഭർത്താവിൻ്റെ വീട്ടിൽ പോയാൽ അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങൾ വ്യത്യസ്തങ്ങളാണ്. ഈ ഒരു സംഭവത്തിൽ വലിയ ഒരു പാഠമുണ്ട്. എല്ലാ സഹോദരന്മാർ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം സ്വന്തം മകൻ കറുത്തുപോയതിൻ്റെ പേരിൽ ഉമ്മയെ എന്നും തല്ലുകയും ഉപദ്രവിക്കുകയും ചെയ്യുക, അത്രമല്ല ആ മകനെ പീഡിപ്പിക്കുകയും ചെയ്യുക. കാരണം അദ്ദേഹത്തിന് 3 മക്കളായിരുന്നു. ആ മക്കളിൽ ഒരു മകൻ കറുത്തനാണ്. അവസാനം മൂന്നാമത്തെ ഇളയ മകൻ കറുത്തവനാണ്. കറുത്തതിൻ്റെ പേരിൽ 2 മക്കളും നല്ല കാണാൻ അത്യാവശ്യം സൗന്ദര്യമുള്ള മക്കളാണ്. ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ നല്ല സൗന്ദര്യമുള്ളവരാണ്. അപ്പോൾ ഈ ഉപ്പാക്ക് സ്വാഭാവികമായൊരു സംശയം ഉടലെടുത്തത്, കാരണം ഈ അവസാനം ഈ 3ാമത് ജനിച്ച കുഞ്ഞോട് ആ കുഞ്ഞിൻ്റെ ഉപ്പയുടെ കാര്യത്തിൽ സംശയം തോന്നി. കാരണം ഇത് എൻ്റെ കുട്ടിയല്ല, നിനക്കാരോ ഉണ്ടാക്കിയ കുട്ടിയാണ് എന്ന രീതിയിലുള്ള സംസാരങ്ങളും എപ്പോഴും വീട്ടിൽ അതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ഉടലെടുത്തു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം കളിപ്പാട്ടങ്ങൾ മറ്റു വസ്ത്രങ്ങളൊക്കെ വാങ്ങുന്നത് ഈ 2 മക്കൾക്ക് മാത്രമാണ്. ഈ ചെറിയ മകൻ ഒന്നും വാങ്ങൂല, ഒന്നും പരിഗണിക്കൂല, അവഗണിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ഈ പീഡനങ്ങളെല്ലാം ആ കുട്ടിയും അനുഭവിക്കുന്നുണ്ട്, ആ ഉമ്മയും അനുഭവിക്കുന്നുണ്ട്. ആ വീട്ടിൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഉമ്മ മാത്രമായിരുന്നു. ആ കുഞ്ഞിക്ക് സ്കൂളിലും മറ്റുമെല്ലാം പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു ഈ മകൻ. വളർന്നു വലുതായി 10ാം ക്ലാസ് വരെ കുട്ടി ഇങ്ങനെ 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഉപ്പയുടെ വീട്ടിലെ അവഗണന, ഈ 2 സഹോദരന്മാരും പോലും ഉപ്പയെ കൂടെ നിൽക്കാൻ തുടങ്ങി. കാരണം ഉപ്പ പറയുന്നത് എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യമുണ്ട് എന്നവർ മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ അവഗണിക്കാൻ തുടങ്ങുമ്പോൾ അവനിക്ക് മാനസികമായി വലിയ പ്രശ്നമുണ്ട് അവിടെ. ആ പ്രശ്നത്തിൻ്റെ കാരണത്തിൽ പിന്നെ അവനിക്ക് അത് പിടിച്ചു നിൽക്കാൻ പറ്റാതെ പല മയക്കുമരുന്നിൻ്റെ അടിമയാകേണ്ടി വന്നു. പിന്നെ ഒരു ക്രൂരനായിട്ടാണ് അവൻ വളരേണ്ടി വന്നത്. കാരണം നല്ല ഭംഗിയുള്ള നല്ല കാണാൻ അഴകുള്ള മക്കളെ കാണുമ്പോൾ അവരെ ഉപദ്രവിക്കാനും ദ്രോഹിക്കാനും അവരോട് വല്ലാത്തൊരു പക അവൻ്റെ മനസ്സിങ്ങനെ ഉടലെടുക്കാൻ തുടങ്ങി. അങ്ങനെ പല വിധത്തിലുള്ള അക്രമത്തിൻ്റെ പേരിൽ പല പ്രാവശ്യം ജയിലിൽ പോകേണ്ടി വന്നു. പിന്നെ ഇപ്പോൾ വീട്ടിലേക്ക് വരാതെ പല സ്ഥലങ്ങളിലും അവന് കറങ്ങി നടക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ഈ മകൻ ഇത്രയും മയക്കുമരുന്നിൻ്റെയും ക്രൂരനായി മാറിയതിൻ്റെ പിന്നിൽ വലിയ പങ്ക് ആ ഉപ്പാക്കുണ്ട്. ആ ഉപ്പ അവനോട് പെരുമാറിയ രീതി, അവൻ അതിൻ്റെ പക തീർക്കാൻ വേണ്ടി പല വിധത്തിൽ മറ്റുള്ളവർ ആക്രമിക്കും, ഉപദ്രവിക്കും, ദ്രോഹിക്കുകയും ചെയ്യുന്നു. കാരണം നമ്മുടെ ഹിറ്റ്ലറിൻ്റെ കഥ പറയാറുണ്ട്. ഹിറ്റ്ലർ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്ന മനുഷ്യനാണ്. എന്തുകൊണ്ട് അവൻ്റെ സ്വഭാവം അത്രയും ക്രൂരനായി മാറി എന്ന് പറഞ്ഞാൽ, ഹിറ്റ്ലർ ജനിക്കുന്നത് തൻ്റെ വാപ്പയുടെ വീട്ടിൽ വേലക്കാരിയായ ഒരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട് അതിൽ ജനിച്ച കുട്ടിയാണ് ഹിറ്റ്ലർ. ഹിറ്റ്ലറിനെയും അതുപോലെ അവിടെ വേലക്കാരിയ സ്ത്രീയും അതിൽ ജനിച്ച കുട്ടിയെ നന്നായി ആക്രമിക്കുന്നു, മദ്യപിച്ച് വന്ന് ഈ ഹിറ്റ്ലറിൻ്റെ ഉപ്പ. അങ്ങനെയാണ് ഹിറ്റ്ലറിൻ്റെ ഹൃദയം അത് കട്ടിപ്പൊടിച്ച് പാറക്കല്ല് പോലെയായി അവസാനം ഓരുദ്ധയവുമില്ലാതെ നിഷ്ഠൂരമായി ഒരുപാട് ആളുകളെ വധിക്കാനുണ്ടാക്കി. കാരണം ഓരോ വ്യക്തിയെ നാം അവഗണിക്കുമ്പോൾ, അവരെ നാം പീഡിപ്പിക്കുമ്പോൾ അവരുടെ ഹൃദയം ഓരോ നൊമ്പരങ്ങൾ നേരിയ ആ ഹൃദയം പിന്നെ പാറക്കല്ല് പോലെ കട്ടിയായി പിന്നെ ദ്രോഹിക്കാനും ആക്രമിക്കാനും പിന്നെ ഏറ്റവും നാട്ടിൽ തന്നെ അറിയപ്പെട്ട ഒരു ക്രിമിനലായി മാറാൻ സാധ്യതയുണ്ട്. കാരണം മക്കൾക്ക് നാം സ്നേഹം നൽകുമ്പോൾ നാം എത്ര തന്നെ കിസ് നൽകുന്നു, തീർച്ചയായും കിസ് കിട്ടും. നാം കിക്ക് നൽകിയാൽ തീർച്ചയായും നമുക്കും കിക്ക് തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് മക്കളെ സ്നേഹത്തിൽ നാം വളർത്തുമ്പോൾ ഭാവിയിൽ അവർ സ്നേഹമുള്ള, നാടിനും സമുദായത്തിനും ഉപകാരമുള്ള മക്കളായി മാറും. ഈ ഒരു സംഭവം നടന്ന ഈ ഒരു കാര്യം ഒരു 21 വർഷത്തിന് മുമ്പാണ്. ഒരു കൗൺസിലറിൽ പോയപ്പോൾ അദ്ദേഹത്തും വിവരിച്ച കഥകളാണ് ഈ പറയുന്നത്. ഇതുകൊണ്ട് നമുക്കുള്ള പാഠം, നമ്മുടെ മക്കൾക്ക് നാം ധാരാളം സ്നേഹം നൽകണം. അതിന് പകരമായി അവരെ പീഡിപ്പിക്കുകയും അവരെ ദ്രോഹിക്കുകയും അവരോട് വെറുപ്പും അറുപ്പോട് സംസാരിക്കുകയും ചെയ്താൽ തീർച്ചയായും ആ മക്കൾ നമുക്ക് ഭാവിയിൽ നമ്മുടെ വീടിൻ്റെയും സമൂഹത്തിൻ്റെയും ഇന്ന് പലയിടത്തും പറയുന്നത് ഇവൻ്റെ കുട്ടിയാണ്, ഇന്നയാളുടെ കുട്ടിയാണ് എന്നാണല്ലോ. ആ കുടുംബത്തിന് തന്നെ അപമാനമായി മാറിയില്ല ആ കുട്ടി. കാരണം ഈ ഉപ്പയാണ്. ആ ഉപ്പ ഈ മറ്റു മക്കൾക്ക് അതേ സ്നേഹം നൽകിയിരുന്നെങ്കിൽ ആ കുഞ്ഞും ഇന്ന് സ്നേഹമുള്ള ഒരു കുഞ്ഞായി മാറുമായിരുന്നു. തീർച്ചയായും നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മക്കളെ പൊന്നുപോലെ സ്നേഹം നൽകിക്കൊണ്ട് വളർത്തണം. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.